പോലീസ് പറഞ്ഞ് അവിടെ സാധാരണ ഉള്ളതിനെ കുഴപ്പമില്ലെന്ന്. അവർ ഊർജിതമായിട്ട് നടത്തിയിരുന്നെങ്കിൽ അവർ രക്ഷപ്പെട്ടത്. മാർച്ച് തിരുവനന്തപുരം മണക്കാടിന് സമീപമുള്ള പ്രസിദ്ധമായ കൊഞ്ചറവിള ക്ഷേത്രത്തിൽ ഉത്സവം. ഉത്സവത്തിനിടെ അവിടെ എത്തിയ ചെണ്ടമേള സംഘവും സ്ഥലത്തെ യുവാക്കളും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ആ വാക്കേറ്റമെന്ന് അവസാനിച്ചത് കയ്യാങ്കളിയിലാണ്. ദിവസങ്ങൾക്കിപ്പുറം മേളസംഘത്തിലുണ്ടായിരുന്ന അക്രമികൾ സംഘർഷത്തിന്റെ ബാക്കിയായി നാട്ടുകാരിൽ ഒരാളുടെ ജീവനെടുത്തു. അതിനിഷ്ഠൂരമായി അനന്തു ഗിരീഷ് എന്ന യുവാവിനെ അവർ കൊലപ്പെടുത്തി. അക്രമി സംഘത്തിലെ പ്രധാനിയുടെ പിറന്നാൾ ആഘോഷം. മദ്യവും ലഹരിയും തലയ്ക്ക് പിടിച്ചപ്പോൾ അനന്തുവിനോടുള്ള വൈരാഗ്യം കൂടി. കൂട്ടത്തിലെ രണ്ടുപേർ അനന്തുവിനെ തപ്പിയിറങ്ങി. 1 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഒരു ബേക്കറിയുടെ മുന്നിൽ ആ സമയം അനന്തു ഇരുചക്ര വാഹനത്തിൽ എത്തിയിരുന്നു. ഈ രണ്ടംഗ സംഘം അനന്തുവിനെ ബലം പ്രയോഗിച്ച അതേ ബൈക്കിൽ തന്നെ തട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നു. ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്ന കരമനയിലെ ഈ കാട് പിടിച്ച പ്രദേശത്തേക്ക്. പിന്നീട് നടന്നത് സമാനതകളില്ലാത്ത ക്രൂരതയാണ്. കല്ലും കരിക്കും ഉപയോഗിച്ച അക്രമി സംഘം അനന്തുവിന്റെ തല അടിച്ചു തകർത്തു. കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച അനന്തുവിന്റെ കയ്യിലെയും കാലിലെയും ഞരമ്പുകൾ മുറിയുന്ന തരത്തിൽ മാംസം അറുത്തു മാറ്റി. പ്രാണൻ പോകുന്ന വേദനയിൽ അനന്തു അലറി വിളിച്ചു. അനന്തുവിനെ നോക്കി ഹാപ്പി ബർത്ത്ഡേ പാടി അക്രമി സംഘം പിറന്നാളും ആഘോഷിച്ചു. അനന്തു മരിച്ചെന്ന് ഉറപ്പാക്കിയ ശേഷം സംഭവസ്ഥലത്ത് നിന്ന് പിരിഞ്ഞ സംഘം നാടുവിടാൻ പദ്ധതി തയ്യാറാക്കുന്നതിനിടെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു. 13 പേർ അടങ്ങുന്ന സംഘമാണ് കേസിലെ പ്രതികൾ. കൈമനം സ്വദേശി വിഷ്ണുരാജ്, സഹോദരന്മാരായ വിനീഷ് രാജ്, കുഞ്ഞുവാവ എന്ന ജയരാജ്, തിരുവല്ലം സ്വദേശി ഹരിലാൽ, കരുമം സ്വദേശി കുട്ടപ്പൻ എന്ന അനീഷ്, കൈമനം സ്വദേശി അഖിൽ എന്നിവരെ പൂവാറിലെ ഒളിസങ്കേതത്തിൽ നിന്നും മറ്റൊരു പ്രതി ശരത്തിനെ ചെന്നൈയിലെ ഒളിസങ്കേതത്തിൽ നിന്നുമാണ് അന്ന് പോലീസ് പിടികൂടിയത്. മറ്റ് 5 പ്രതികളായ കിരൺ കൃഷ്ണൻ, മുഹമ്മദ് റോഷൻ, അഭിലാഷ്, അരുൺ ബാബു, റാം കാർത്തിക് എന്നിവരെയും പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കൊഞ്ചറവിള ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ അടി നടന്നു. വളരെ ചെറിയ ഒരു അടി, ഒരു ഉന്തം തള്ളും അടി. ഇവൻ അതിനെ അടിച്ച ആളുകളെയും അടി കൊണ്ട ആളുകളെയും പിടിച്ചു മാറ്റിയെന്നാണ് പറയപ്പെടുന്നത്. അവൻ ഭയങ്കര വിളി ശബ്ദം കേട്ട് കോട്ടേഴ്സ് പോലീസിനെ വിളിച്ച് വരുന്നതുപോലെ ഭയങ്കര സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ പോലീസ് പറഞ്ഞ് അവിടെ സാധാരണ ഉള്ളതിനെ കുഴപ്പമില്ലെന്ന്. ആറ് മണി മുതൽ പിറ്റേന്ന് 11 മണി വരെ പോലീസ് സ്റ്റേഷനിൽ കുഴപ്പമില്ല രക്ഷപ്പെട്ട് നമ്മൾ അന്വേഷിക്കണമെന്ന് അവർ പറയുന്നത്. അവർ ഊർജിതമായിട്ട് നടത്തിയിരുന്നെങ്കിൽ അവർ രക്ഷപ്പെട്ടത്. അതിക്രൂരവും പൈശാചികവുമായ കൊലപാതകം. പക്ഷേ കൊലയാളികൾക്ക് അധിക നാൾ ജയിലിൽ കിടക്കേണ്ടി വന്നില്ല. അവർ ജാമ്യത്തിലിറങ്ങി. കരമനയിൽ തന്നെ അഖിൽ എന്ന മറ്റൊരു യുവാവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തി. വീണ്ടും ജയിലിലായി. സമീപകാലത്ത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ പ്രതികളിൽ ചിലർ ലഹരി മാഫിയയുടെ കണ്ണികളായി. അവർ കഞ്ചാവ് കടത്തി വീണ്ടും പോലീസിന്റെ പിടിയിലായി. ഏപ്രിൽ 25 അനന്തു വധക്കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ പ്രതികളും കരമന സ്വദേശിയായ അഖിൽ എന്ന ചെറുപ്പക്കാരനും തമ്മിൽ പാപ്പനംകോടുള്ള ബാറിൽ വെച്ച വാക്കേറ്റമുണ്ടായി. ആ വാക്കേറ്റമെന്ന് കലാശിച്ചത് കയ്യാങ്കളിയിലാണ്. അക്രമി സംഘത്തിന് അഖിലിനോട് തീർത്താൽ തീരാത്ത പകയുണ്ടായി. തൊട്ടടുത്ത ദിവസം വീടിന് സമീപത്ത് നിന്ന് അഖിലിനെ കാറിലെത്തിയ അക്രമി സംഘം മൃഗീയമായി കൊലപ്പെടുത്തി. പാപ്പനംകോട് ബാറിൽ വെച്ച അഖിലും പ്രതികളും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായിരുന്നു.
തർക്കത്തിൽ അഖിലിനും അക്രമി സംഘത്തിലെ വിനീതനും പരിക്കേറ്റു. ഈ സംഭവത്തിന്റെ പ്രതികാരമായാണ് അക്രമി സംഘം തൊട്ടടുത്ത വെള്ളിയാഴ്ച വൈകിട്ട് അഖിലിനെ കൊലപ്പെടുത്തിയത്. അഖിലിനെ കമ്പിവടി കൊണ്ട് അടിച്ചും സിമന്റ് കട്ട ഉപയോഗിച്ച് തല തകർത്തുമാണ് കൊലപ്പെടുത്തിയത്. തുടർച്ചയായി യുവാവിന്റെ ദേഹത്തും തലയിലും സിമന്റ് കട്ട എറിയുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. ആക്രമണത്തിൽ യുവാവിന്റെ തല പിളർന്നു. ഞാൻ 5 മിനിറ്റ് താങ്ങാത്തായിപ്പോയി. ഞാൻ അറിഞ്ഞില്ല, കണ്ടില്ല. എൻ്റെ മോൻ കിടക്കണതേ കണ്ടോളൂ. മോൻ കിടക്കണത് ഞാൻ കണ്ടോളൂ. അക്രമികൾ അനന്തു വധക്കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയവർ തന്നെയെന്ന് വ്യക്തമായി. പ്രതികൾ ലഹരി ഉപയോഗിച്ച ശേഷമാണ് കൊല നടത്തിയതെന്ന് പോലീസ് അന്ന് തന്നെ പറഞ്ഞു. സ്ഥിരം ലഹരി ഉപയോഗിക്കുന്ന സംഘമാണിവരെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു. അനന്തു വധക്കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ പ്രതികളിൽ ചിലർ ലഹരി മാഫിയയുടെ കണ്ണികളായി. പ്രതികളിൽ ഒരാളായ വിഷ്ണു കഴിഞ്ഞ ദിവസമാണ് ആന്ധ്രാപ്രദേശിൽ നിന്ന് 10 കിലോ കഞ്ചാവ് കേരളത്തിലേക്ക് കടത്തുന്നതിനിടെ പാറശാലയിൽ വെച്ച പിടിയിലായത്. KSRTC ബസ്സിൽ കടത്തുകയായിരുന്ന കഞ്ചാവ് നാർക്കോട്ടിക് സെൽ വിഭാഗം പിടികൂടുകയായിരുന്നു. ആന്ധ്രയിൽ നിന്ന് ട്രെയിൻ മാർഗം കഞ്ചാവ് നാഗർകോവിലെത്തിച്ചു. അവിടെ നിന്ന് KSRTC ബസ് വഴി തലസ്ഥാനത്തേക്ക് കടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് 10 കിലോ കഞ്ചാവുമായി 2 പേരും പിടിയിലായത്. പിടിയിലായ വിഷ്ണു കരമന അനന്തു കൊലക്കേസ് പ്രതിയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പിടിയിലായ 2 പ്രതികൾക്കും തിരുവനന്തപുരം ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കേസുകളുണ്ട്. കേസുകളിൽ ജാമ്യം കിട്ടിയ പ്രതികളിൽ പലരും ഇന്ന് പുറത്താണ്. കൃത്യമായ ശിക്ഷാ നടപടികൾ ലഭിക്കാത്തതുകൊണ്ടാണ് ഇവർ വീണ്ടും ക്രൂരകൃത്യങ്ങൾ ചെയ്തു കൂട്ടുന്നത്. സജികുമാറിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.